ചരിത്രമെഴുതി തലസ്ഥാനം. തിരുവനന്തപുരം മേയറായി വി രാജേഷ് അധികാരമേറ്റു. ഡെപ്യൂട്ടി മേയറായി ആശാനാഥും അധികാരമേറ്റു. CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലവിളികൾക്കിടെ, നെഞ്ചടിച്ചുള്ള നിലവിളികൾക്കിടയിലാണ് ഈ സ്ഥാനാരോഹണം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. BJP-യുടെ മേയർ തലസ്ഥാനത്ത് വരില്ല എന്നും അതിന് തങ്ങൾ അനുവദിക്കില്ലെന്നുമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ വരെ CPM-ന്റെ വെല്ലുവിളി. BJP-യുടെ 20 മേയർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടലംഘനമാണെന്നാണ് CPM ആരോപിച്ചത്. CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയായ RP ശിവജി അടക്കം SP ദീപക് അടക്കമുള്ളവരാണ് ഈ പരാതി പ്രധാനമായും ഉന്നയിച്ചത്. ജില്ലാ കളക്ടറോട് ഇവരുടെ സത്യപ്രതിജ്ഞ അസാധുവാണെന്നും അതുകൊണ്ട് തന്നെ ഇവരെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കരുതെന്നും CPM-ന്റെ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു ജില്ലാ കളക്ടർ ചെയ്തത്. രജിസ്റ്ററിൽ ഒപ്പിട്ടതോടുകൂടി അവർ കൗൺസിലർമാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരെ കൗൺസിലറായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ. കൗൺസിലർ അല്ലാതാക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് വരണം. CPM-ന് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നായിരുന്നു ജില്ലാ കളക്ടറുടെ നിലപാട്. ഇതോടുകൂടി നട്ടലുള്ള ഒരു ജില്ലാ കളക്ടർ നിലപാടെടുത്തതോടുകൂടി പൊളിഞ്ഞു പാളീസായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM-ന്റെ ആദ്യ സമര നാടകമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത് മുതൽ CPM-ന്റെ സമര തെറ്റിയിരിക്കുന്നു. ഒരിക്കലും CPM പ്രതീക്ഷിച്ചതല്ല തിരുവനന്തപുരത്തെ പരാജയം. BJP തലസ്ഥാന കോർപ്പറേഷനിൽ അധികാരത്തിലെത്തുമെന്നുള്ളത് ഒരു കാലത്തും CPM സ്വപ്നം പോലും കണ്ടിട്ടില്ല. അങ്ങനെ CPM-ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ആ ഒരു നേട്ടമാണ് ഇപ്പോൾ BJP നേടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് CPM-ന്റെ സകല സമാധാനവും നഷ്ടപ്പെട്ടത്. സകല അവസ്ഥകളിലും CPM പെട്ടുപോയത്. ഇതിന് പിന്നാലെയാണ് ഏതെങ്കിലും കുറുക്കു വഴികളിലൂടെ BJP-യുടെ ഈ മേയർ സ്ഥാനാർത്ഥിത്വത്തെ ഇല്ലാതാക്കാനുള്ള നീക്കമുണ്ടോ എന്ന് CPM ആലോചിച്ചത്. അങ്ങനെ ചുഴിഞ്ഞു ചിന്തിച്ചപ്പോഴാണ് ചില കുടില ബുദ്ധികൾ CPM-ന് ചിലർ പറഞ്ഞു നൽകിയത്. ദൈവത്തിന്റെ പേരിൽ, ആറ്റുകാലമ്മയുടെ പേരിൽ, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പസ്വാമിയുടെ പേരിലൊക്കെ അവർ സത്യപ്രതിജ്ഞ ചെയ്തു. അത് ചട്ടലംഘനമാണ്. നിങ്ങൾ എത്രയും വേഗം കളക്ടർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്താൽ, കളക്ടർക്ക് ഒരു പരാതി കൊടുത്താൽ ഇപ്പോൾ കളക്ടർ നടപടിയെടുക്കും. അങ്ങനെ BJP-യുടെ 20 കൗൺസിലർമാരെ സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിൽ പോലും അവരെ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തും. അങ്ങനെ ചുളുവിൽ RP ശിവജിക്ക് ഒന്ന് മേയറായാൽ കൊള്ളാമെന്ന് CPM-നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പിന്തുണയും കിട്ടും. കാരണം ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടി കോൺഗ്രസിൽ നിന്ന് കുറെ വോട്ടുകൾ CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ചുളുവിൽ മേയറാകാമെന്ന് കരുതുകയായിരുന്നു CPM ചെയ്തത്. എന്നാൽ ജനവിധി തിരിച്ചടിയാണെങ്കിൽ ആ ജനവിധി അംഗീകരിക്കേണ്ട അന്തസ് കാണിക്കണം CPM-ന് അന്തസ്സില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ കുടിലതന്ത്രത്തിലൂടെ, കുബുദ്ധിയിലൂടെ BJP-യുടെ മേയർ സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമിച്ച CPM-ന് ചരിത്രപരമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. CPM-ന്റെ തലസ്ഥാന കോർപ്പറേഷനിലെ ആദ്യ സമര നാടകം കൂടി പൊളിഞ്ഞു പാളീസായിരിക്കുന്നു. ഒരു മേയറായി, തലസ്ഥാനത്തിന്റെ മേയറായി താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച വി രാജേഷും ഡെപ്യൂട്ടി മേയറായി ആശാനാഥും ചുമതലയേറ്റിരിക്കുന്നു.